ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B2 ലെവലിൽ സ്പീക്കിംഗ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ സ്പീക്കിംഗ് എക്സാം ഇനി എഴുതാൻ വരുന്നവർക്കും ഒക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. B2 സ്പ്രഹൻ എക്സാമിൻ്റെ ഫുൾ ഗൈഡാണ്. എങ്ങനെയൊക്കെയാണ് എക്സാമിൻ്റെ പാറ്റേൺ വരുന്നത്, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള റീഡിംഗ് മെറ്റീരിയൽസ്, പിന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ്, ഇതെല്ലാമാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ഫുള്ളായിട്ട് തന്നെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്നും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമ്മൾ ഇന്ന് ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് എക്സാമിൻ്റെ ഒരു ഓവർ വ്യൂ ആണ്. എങ്ങനെയാണ് ഈ ഒരു മൊഡ്യൂൾ വരുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനും സ്പ്രഹൻ എന്നുള്ള ടൈൽ എക്സാമിന് നമുക്ക് 15 മിനിറ്റാണ് ഓരോ ആൾക്കാർക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 15 മിനിറ്റിനുള്ളിൽ നമുക്ക് എന്തൊക്കെ ടാസ്കുകളാണോ ഉള്ളത്, അതായത് എന്തൊക്കെ എക്സാം ടൈലുകളാണോ ഉള്ളത് അതൊക്കെ കവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പാറ്റേൺ വരുന്നത് നമുക്കിവിടെ 2 ടൈൽസ് ആണുള്ളത്. ടൈൽസ് ഐ തേമ പ്രസൻറ്റാസിയോണും ടൈൽസ് വൈ ഡിസ്കസ്യോണുമാണ് വരുന്നത്. അപ്പോൾ തേമ പ്രസൻറ്റാസിയോൺ നമുക്ക് വരുന്നത് 3 to 4 മിനിറ്റ്സ് ആയിരിക്കും. 3 തൊട്ട് 4 മിനിറ്റ് ആയിരിക്കും നമുക്ക് സമയം വരുന്നത്. അതുപോലെ തന്നെ ടൈൽസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കസ്യോൺ 4 തൊട്ട് 5 മിനിറ്റ് ആയിരിക്കും നമുക്ക് സമയം വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടൈമിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്യണം. ഓരോ ആൾക്കാരുടെ സമയമാണ്, ഓരോരുത്തർക്കും ഓരോ സമയം. അതായത് 4 മിനിറ്റ് ഒരാൾക്ക് കിട്ടിയെങ്കിൽ നെക്സ്റ്റ് നിങ്ങളുടെ പാർട്ട്ണറിന് 4 മിനിറ്റ്, അങ്ങനെ. പാറ്റേൺ എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുമ്പോൾ മിനിമം നമ്മൾ ഒരു 4 ക്വസ്റ്റ്യൻ എങ്കിലും ചോദിച്ചിരിക്കണം. 4 ക്വസ്റ്റ്യൻ അല്ലെ 4 പെയർ സെറ്റ് ഓഫ് ഡിബേറ്റ് നമ്മൾ നടന്നിരിക്കണം. ഓക്കെ, ഇപ്പോൾ സ്പീക്കിങ്ങിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് ടൈലാണെങ്കിലും നമ്മൾ ആ ഒരു കോൺഫിഡൻസോടുകൂടി ക്ലാരിറ്റിയോടുകൂടി തന്നെ സംസാരിക്കുക. എന്ത് കാര്യങ്ങളും തെറ്റിയാലും നമ്മൾ ആ ഒരു സ്റ്റക്ക് വരാതെ എന്ത് ചെയ്യണം? നല്ല ഫ്ലോ ആയിട്ട് തന്നെ പറഞ്ഞ് നിർത്തുക. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ടൈലനുസരിച്ചുള്ള റേഡ് മെറ്റൽസ് ആണ്. ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ടൈൽ അയൻസ് തേമ പ്രസൻറ്റാസിയോൻ്റെ റേഡ് മെറ്റലാണ്. അപ്പോൾ അത് നമുക്കിങ്ങനെ ഓരോ സെക്ഷനായിട്ട് തിരിക്കാം. ഓരോ സെക്ഷൻ എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയണം. ഫസ്റ്റത്തെ കാര്യങ്ങളാണ് ഐൻലൈറ്റു എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യം ഒരു തേമ പറയുമ്പോൾ ഒരു ഇൻട്രോ കൊടുക്കണം ഫസ്റ്റ് തന്നെ. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ റേഡ് മെറ്റൽ യൂസ് ചെയ്യാം? ഫസ്റ്റ് ഹൊയ്റ്റ മോയിസ്റ്റേ ഇഷ് ഊബർ ഡാഷ് സ്പ്രഷൻ. അവിടെ ഗ്യാപ്പ് ഉള്ളിടത്ത് എന്ത് ചെയ്യാം? നമുക്ക് ഏത് തേമയാണോ ആ തേമയുടെ പേര് പറഞ്ഞിട്ട് സ്പ്രഷൻ അങ്ങനെ പറയാം. അല്ലെങ്കിൽ ദ തേമ -4 ട്രാക്സ് ഈസ്റ്റ് എന്ന് പറഞ്ഞ തേമയുടെ പേര് പറയുക, അങ്ങനെയും പറയാം. അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും പറയാം. ഇത് രണ്ടിലേതെങ്കിലും ഒന്നും നമ്മൾ പറഞ്ഞ ശേഷം ഷോർട്ടായിട്ടൊരു ഇൻട്രോ കൊടുക്കുക. നമ്മുടെ തേമ ഏതാണോ ആ തേമയെക്കുറിച്ച് ഒരു 2-3 സെൻറ്റൻസ് ഷോർട്ടായിട്ട് നമ്മൾ ഒരു സിമ്പിളായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന തേമയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന പോയിൻ്റല്ല, അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു കോമൺ രീതിയിലുള്ള ഒരു 3-4 സെൻറ്റൻസ് നമ്മൾ ഇൻട്രോ കൂടി ഒന്ന് അതിൻ്റെ കൂടെ തന്നെ ആ ഹൈലൈറ്റും പറഞ്ഞ ശേഷം തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത് ഓപ്ഷണലാണ്, നമുക്ക് പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ഒരു പ്ലസ് പോയിൻ്റാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് രണ്ടാമത്തെ ഊബബ്ലിക് ഗേബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓവർവ്യൂ കൊടുക്കുക. ആ തേമയെക്കുറിച്ചുള്ള ഒരു മൊത്തത്തിലുള്ളൊരു ഓവർവ്യൂ രണ്ടാമത്തേൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതായത് എങ്ങനെ നമുക്ക് ഈ ഒരു റേഡ് മെറ്റൽ യൂസ് ചെയ്യാം? സുരസ് എർക്ലേറെ ഇസ് വാറും എസ് വിസ്റ്റിക് സിന്ത് എന്ന് പറഞ്ഞിട്ട് സിന്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഗ്യാപ്പ്. അതിൻ്റെ അകത്ത് എന്തിനെക്കുറിച്ചാണോ ഒന്ന് പറയുക. ദൻ ദി ഫോർട്ടൈലെ ഊണ്ട് നാക്ടൈലെ ഊണ്ട് ആമൻ്റെ സാഗെ ഇഷ് മൈനെ ഐഗ്നെ മൈനു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് എർക്ലേറും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഫോർട്ടൈലെ പറയുന്നു, നാക്ടൈലെ പറയുന്നു, അത് കഴിഞ്ഞ് ആമൻ്റെയിൽ അവസാനം ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായവും പറയുന്നു.
എന്ന രീതി ഇത് തന്നെ വേണം നമുക്കവിടെ ഒരു സെക്കൻഡ് നമ്മുടെ റിപ്പബ്ലിക്കും പറയുമ്പോൾ ഇത് തന്നെ പറയാം. അല്ലെങ്കിൽ നമ്മളെന്താണ് ഈ ഒരു തേമയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ആ തേമയെക്കുറിച്ചുള്ള ഒരു 3 മോക്കലിസ്കൈറ്റ് എടുത്തിട്ട് അതായിരിക്കുമല്ലോ നമ്മൾ കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു 3 മോക്കലിസ്കൈറ്റുകൾ ഏതൊക്കെയാണെന്ന് എടുത്ത് പറയാം. അത് പറയാം, അല്ലെങ്കിൽ ഈ ഒരു സെയിം ഡയമെറ്റിൽ പറയാം. ഓക്കെ, മൂന്നാമത് വരുന്നതാണ് എക്സ്പ്ലെയിൻ ദ മോക്കലിസ്കൈറ്റ് ഇൻ ഫോർട്ടൈൽ und നാക്ടൈൽ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ മോക്കലിസ്കൈറ്റിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഫോർട്ടൈലും നാക്ടൈലും പറയുക. ഫോർട്ടൈലും നാക്ടൈലും കൂടുതൽ പറയാനുള്ള സമയം നമുക്ക് അവർ തരത്തില്ല. നമ്മൾ ഓർക്കേണ്ട കാര്യം 4 മിനിറ്റ് ഉള്ളൂ, അതിനുള്ളിൽ നമുക്ക് തേമ കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 ഫോർട്ടൈലും ഒരു നാക്ടൈലും പറഞ്ഞാലും മതി. ഓക്കെ, അപ്പോൾ സമയം അനുസരിച്ച് നമ്മളത് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം മോക്കലിസ്കൈറ്റിൻ്റെ ഫോർട്ടൈലും നാക്ടൈലും എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്തത് വരുന്നത് ഈ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം നമ്മൾ ഈ ഓരോ ഫോർട്ടൈലും നാക്ടൈലും എക്സ്പ്ലെയിൻ ചെയ്യുമ്പം കൂടുതലും എന്ത് ചെയ്യണം, അന്നേരമേ ഉള്ളൂ നമുക്കൊരു അവസരം കിട്ടുള്ളൂ നമ്മുടെ എത്രമാത്രം നമുക്ക് B2 ലെവലിൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ അറിയാം എന്നുള്ളത് നമുക്ക് അവിടെ നോട്ട് ചെയ്യാൻ. അവർ നോട്ട് ചെയ്യുന്നത് ഈ ഒരു ഫോർട്ടൈലും നാക്ടൈലും പറയുന്നതിനകത്തൂടെ. കാരണം ആ ഫോർട്ടൈലും നാക്ടൈലും വെറും ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ വെറും ഒരു വാക്കുകൾ പോലെ എടുത്തെടുത്ത് പറയാതെ ആ ഒരു സെൻറ്റൻസുകൾ തമ്മിൽ കണക്ട് ചെയ്യുക എന്നാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ആ കണക്ട് ചെയ്യാൻ നമ്മൾ കുറേ ഓരോ ലെവലനുസരിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ യൂസ് ചെയ്യണം. അപ്പം അതിന് യൂസ് ചെയ്യാൻ പറ്റിയ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണക്ടേഴ്സാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ സ്വൈറ്റാലിക കണക്ടോറൻ. സ്വൈറ്റാലിക കണക്ടോറൻ നമുക്കറിയാം B1ലും B2ലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രാമർ പോർഷനാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാവരും യൂസ് ചെയ്യുന്ന സെയിം രീതിയിലുള്ള ഒരു സ്വൈറ്റാലിക കണക്ടോറൻ യൂസ് ചെയ്യാതെ, എല്ലാവരും യൂസ് ചെയ്യാത്ത, അധികം ആരും അങ്ങനെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്ന കണക്ടോറൻ വേണം നമ്മളവിടെ കണക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ. ഓക്കെ, പിന്നെ അടുത്തതാണ് ഔസർ ഹാൽപ്പ്. ഔസർ ഹാൽപ്പ്, ഔസർ ദെയിമ്, സുസെലിഷ്, വെന്ന്, തെശാൽപ്പ്, അങ്ങനത്തെ കണക്ടോറൊക്കെ യൂസ് ചെയ്ത് നമ്മൾ വേണം ഈ ഫോർട്ടൈലും നാക്ടൈലും പറയാനായിട്ട്. നമ്മൾ കുറച്ച് പറയുന്നു, ഇതെല്ലാം പറയാൻ നമ്മൾ ഓർക്കുമോ ഇത് കുറേ പറയാനുണ്ടല്ലോ, അതിനെല്ലാം നമ്മൾ നാക്ടൈലും ഫോർട്ടൈലും പറയുന്നില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല, കഴിവതും നമ്മൾ എന്ത് ചെയ്യണം, ഇതിലൂടെ എത്രമാത്രം നമുക്ക് ആ ഒരു തേമയിൽ എന്തോരം കണക്ടോറൻ യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം യൂസ് ചെയ്ത് നമ്മൾ ആ ഒരു നാക്ടൈലും ഫോർട്ടൈലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് പുതിയ രീതിയിലുള്ള ഐഡിയയിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്യുക, അതാണ് വേണ്ടത്. അടുത്തതാണ് നാലാമത്തെ വരുന്നതാണ് ഷ്ലുസ്. ആ ഒരു തേമയുടെ അവസാന ഭാഗം ഷ്ലുസ് ചെയ്യുക. അപ്പം നമുക്കൊരു ഡയമെറ്റിൽ യൂസ് ചെയ്യാം. എന്ത് സുസാമൻ ഫാസൻ ഖൻമാൻ സാഗൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു അഭിപ്രായം പറയാം. അഭിപ്രായം പറയുമ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു മോക്കലിസ്കൈറ്റുകളും അല്ലെങ്കിൽ ആ തേമയ്ക്കും എല്ലാം കൂടെ ഒരുമിച്ച് നമ്മളൊരു അഡ്വൈസ് കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇന്ന രീതിയിൽ തന്നെ നമ്മൾ കരുതലെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും എന്ന രീതിക്ക് ഒരു പോസിറ്റീവ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ പോസിറ്റീവ് പോലെ വേണം നമ്മളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വരുത്തുന്ന ഒരു മൈനിങ് വേണം നമ്മളവിടെ പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ആ ഒരു സുസാമൻ ഫസൻ കൻമൻ സാഗൻ എന്നുള്ള റെഡമെറ്റിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അബ്ഷ്ലീസൻ മ്യോഷ്റ്റേഷ് മൈനെ മൈനുങ് എന്നുള്ള റൈഡമെറ്റിലും യൂസ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കിങ്ങിൻ്റെ തേമ അല്ലെങ്കിൽ ഡിസ്കസ്യോൻ്റെ കൂടുതൽ വീഡിയോസ് അതുപോലെ റൈഡമെറ്റൽസ് വെച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ കയറി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അടുത്തതാണ് രണ്ടാമത്തെ ടൈല് നമുക്കറിയാം ഡിസ്കസ്യോൺ ആണ്. ഓക്കെ, ഡിസ്കസ്യോൺ നമുക്ക് വരുന്നത് 10 മിനിറ്റ് ആയിരിക്കും മൊത്തത്തിൽ നമുക്ക് തരുന്നത്. അതിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഡിസ്കസ്യോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ടാസ്ക് വരുന്നത് മിറ്റ് ദം പാർട്ട്ണർ ആൻഡ് തേമ ഡിസ്കുട്ടിയർ. നമുക്കൊരു തേമ തരും, ആ തേമ നമ്മൾ 2 പേരും കൂടെ നമുക്കൊരു പാർട്ട്ണറും കാണും, നമ്മൾ 2 പേരും കൂടെ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യുക, അതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അതാണ് വേണ്ടത്. അപ്പോൾ ഡിസ്കസ് ഡിബേറ്റ് പോലെ ഒരാൾ അഭിപ്രായം പറയും, ചിലപ്പം മറ്റൊരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളത് അതിന് യോജിച്ച് പോകത്തില്ല, പിന്നെ അതിന് അയാളുടെ അഭിപ്രായം പറയും, നമ്മൾ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ തന്നെ അതെന്താണ്, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒരു 4 ക്വസ്റ്റ്യൻ വരെ അങ്ങനെ പോയിട്ട് എന്താണ് 5ാമത്തേൽ നമ്മൾ ആ ഒരു ഡിസ്കസ്യോൺ എൻഡ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ അങ്ങനെ ചെയ്യാൻ ഓരോ ചോദ്യം ചോദിക്കണം, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴത്തേനും യൂസ് ചെയ്യാൻ പറ്റിയ
റെഡമെഡിൽസാണ് ഇനി നോക്കുന്നത്. ഓക്കെ, മൈനും സാഗൻ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു റെഡമെഡിലാണ് ഇറ്റ്സ് ടെങ്കെ താസ് എന്ന് പറഞ്ഞാൽ എന്താണ് അഭിപ്രായം അത് പറയുക. അതിനോടൊപ്പം തന്നെ അങ്ങനെ പറയാനുള്ള ആ അഭിപ്രായം പറയാനുള്ള കാരണവും ചേർക്കുക. ദാ എന്ന് പറഞ്ഞിട്ട് കാരണവും പറയുക. എന്നിട്ട് എന്ത് ചോദിക്കാം, വാസ് ഡേൻസ് ദു, നീ എന്ത് ചിന്തിക്കുന്നു, അല്ലെ വാസ് മൈൻഡ്സ് ദു എന്ന് ചോദിക്കാം. അടുത്തതാണ് യാ ദസ് ഇസ് ഗുഡ് ഫോർഷ്ലാഗെ, അത് നല്ലൊരു ഫോർഷ്ലാഗയാണ്. ആബർ എന്ന് വേണ്ട പക്ഷേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭിപ്രായം പറയുക. അടുത്തതാണ് ഇഷ് ഹാബെ അന്തര ഫോർഷ്ലാഗെ, എനിക്ക് വേറൊരു അഭിപ്രായമാണ് ഉള്ളത് എന്ന് പറഞ്ഞത് പറഞ്ഞിട്ട് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വയലിട്ടിട്ട് പറയുക. ഓക്കെ, അപ്പം നമ്മുടെ മൈനുങ് അപ്പം ഇതിലേത് റെഡമെഡിലും യൂസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് അത് മാറ്റിയും മറിച്ചും നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, എന്ത് കാര്യം പറയാനുള്ള അങ്ങനെ പറയാനുള്ള റീസൺ കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് നെഗേഷൻ ചെയ്യുമ്പോൾ, ഓക്കെ നമ്മൾ ഡയറക്റ്റ് നെഗേഷൻ ചെയ്യുമ്പോൾ എന്ത് പറയാം, ദസ് ഈസ് കൈന കുറ്റ ഫോഴ്സ്ലാകെ, അത് വലിയ നല്ലൊരു അഭിപ്രായമല്ല, കാരണം ടാ എന്ന് പറഞ്ഞിട്ട് എന്താണ് കാരണം പറയുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ മൈനുങ് പറയാം. അല്ലെങ്കിൽ പറയാം ദസ് ഈസ് കൈനെ ഗുഡ് ഐഡിയ, അത് നല്ലൊരു ഐഡിയ അല്ല എന്ന് പറഞ്ഞിട്ട് ദാ അല്ലെങ്കിൽ വൈൽ ഏത് വെള്ളം വെച്ചിട്ട് പറയാം. ഓക്കെ, അല്ലെങ്കിൽ വേഗം വെക്കാം, നമ്മുടെ ഗനറ്റീവ് പ്രപ്പോസസ് വേഗം വെച്ച് പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് ദ സ്റ്റിം ടു കോഡ്, അത് ഓക്കെ ശരിയാണ്, അബർ പക്ഷേ എനിക്ക് എന്താണ് വേറൊരു മൈനിങ് ആണ് ഷാബ അന്തര മൈനു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ ഇതിലേത് വേണേലും നെഗേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ആദ്യം തന്നെ എന്താണ് നെഗേറ്റ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ കാരണവും പറയുക, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം പറഞ്ഞിട്ട് റീസണും പറയുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് ശ്ലുസാസ്. ശ്ലുസ് എന്താണ്, ഈ ഒരു എൻഡിങ് ചെയ്യാൻ, ഈ ഒരു ഡിസ്കഷൻ എൻഡൻ ചെയ്യാൻ എന്ത് പറയാം, ഇസ്റ്റിമ്മേ ഫോൺ തായനെ മൈനു, ഞാൻ നിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് അഭിപ്രായം എന്താണെന്ന് എടുത്ത് പറഞ്ഞിട്ട് സു വെക്കുക. അല്ലെങ്കിൽ പറയാം അങ്ങനെ പറഞ്ഞിട്ട് അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് പറയാം, ഇഷ് ഹോഫെ വിയഖ്യോനൻ ആലസ് പ്ലാനൻ, എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടുപേരും അല്ലെങ്കിൽ നമ്മൾ എല്ലാം പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചൂസ് പറയാം. ഓക്കെ, അപ്പോൾ ചൂസ് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളും ചൂസ് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മൈനുങ്ങിനോട് വേണമെങ്കിൽ മാത്രം യോജിച്ചാൽ മതി, യോജിക്കുന്നില്ലെങ്കിൽ നമ്മളവിടെ എന്ത് പറയാം, ഇഷ്ടിമ്മേ നിസ്റ്റ് ഫോൺ ദിയ മൈനു, ഫോൺ ദിയ മൈനു എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. അത് നമ്മുടെ ഇഷ്ടമാണ്, യോജിക്കണോ വേണ്ടയോ എന്നുള്ളത് എങ്ങനെയാണെങ്കിലും നമ്മുടെ അഭിപ്രായം നമുക്ക് പറയാൻ പറ്റും. അടുത്തത് തേമ പ്രസൻറ്റേഷൻ്റെ ഒരു സാമ്പിൾസാണ്. തേമ പ്രസൻറ്റേഷനും അതുപോലെ ഡിസ്കസ്യൂൻ്റെ ഒക്കെ ഒരു സാമ്പിളാണ് ഞാൻ കാണിക്കുന്നത്. ഇത് കറക്റ്റ് വേർഷൻ അല്ല, ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എക്സാമ്പിളും എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു ഫ്രാഗെ കൊടുത്തിട്ടുണ്ട്. ബിറ്റ് പ്രസൻറ്റ് ഇയർ ആൻഡ് സി ദാസ് തേമ ഓൺലൈൻ ഉണ്ടറസ്റ്റിനെ കുറിച്ച് ഒരു പ്രസൻറ്റേഷൻ നമ്മൾ പ്രസൻറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. തേമയാണ് ഓൺലൈൻ ഉണ്ടറസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഹോയിറ്റ് മോസ്റ്റ് ഇസ് ഉപതസ് തേമ ഓൺലൈൻ ഉണ്ടറസ്റ്റ് പ്രഷൻ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന തേമ ഓൺലൈൻ ഉണ്ടറസ്റ്റ് എന്നുള്ള തേമയെക്കുറിച്ചാണ് പറയുന്നത്. ഫിലലോയിറ്റ് ലേണൻ ഹോയിറ്റ്സ് ടാഗെ ഓൺലൈൻ. ഇന്നത്തെ കാലത്ത് കുറേ ആൾക്കാർ ഓൺലൈനിൽ നിന്നാണ് ലേണൻ ചെയ്യുന്നത്. ഫോർട്ടൈലെ സിന്ത്, ഇനി അടുത്തത് ഫോർട്ടൈലെ പറയാം. മൻ സ്പാർട്ട് സൈറ്റ്, മൻ കൻ ഫോൺ ഊബർ ഓൾ ലേണൻ und es gibt viele Angebote. ഓക്കെ, ഫോർട്ടൈലുകളാണ് പറഞ്ഞിരിക്കുന്നത്. കുറേ സൈറ്റ് സ്പാറും ചെയ്യാൻ പറ്റും, ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ ലേണൻ ചെയ്യാൻ പറ്റും, അതുപോലെ കുറേ ഓഫേഴ്സ് കിട്ടും. ഫോർട്ടൈലാണ് പറയുന്നത്. ജസ്റ്റ് ഇവിടെ പോയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. നമ്മളിത് നമ്മുടെ ഐഡിയയിലേക്ക് എന്ത് ചെയ്യണം, ഓരോ കണക്ടറും ആഡ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യുക, സെൻറ്റൻസ് കണ്ടിന്യൂസ് ആയിട്ട് ബിൽഡ് ചെയ്യുക. അടുത്തതാണ് നാക്ടായിലെ സിന്ത് വെനീക പേഴ്സണലിസ്റ്റ് കോണ്ടാക്ട്. ഓരോ ആൾക്കാരുമായിട്ട്, അതായത് ഓരോ വ്യക്തികളുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് നമുക്ക് കുറവായിരിക്കും, ലിറ്റിലായിരിക്കും. മഞ്ച്മാൽ ടെക്നിഷ്യ പ്രോബ്ലം, ചിലപ്പോഴൊക്കെ നമുക്ക് ടെക്നിഷ്യ പ്രോബ്ലം വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓൺലൈൻ ആയതുകൊണ്ട്, നമുക്ക് നല്ല ഓൺലൈൻ ആയതുകൊണ്ട്. മൈനു നാഗേസ് ഓൺലൈൻ ഉണ്ടറസ്റ്റ് സർ പ്രാക്ടീസ്. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത മൈനുങ് പറയുവാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഓൺലൈൻ ഉണ്ടറസ്റ്റ് വളരെ പ്രാക്ടിക്കലാണ് അവർ, പക്ഷേ പ്രസൻറ്റ് ഉണ്ടറസ്റ്റ് ഈസ് മാൻച്ച്മാൽ എഫക്റ്റീവ്. അങ്ങനെയാണെങ്കിലും പക്ഷേ പ്രസൻ്റ് ആയിട്ടുള്ള
പ്രസൻറ്റ് ഇൻട്രസ്റ്റ് ആയിരിക്കും എപ്പോഴും എഫക്റ്റീവായിട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ട് vielen Dank എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ പറയാം എന്താണ് das war meine Präsentation vielen Dank എന്ന് പറയാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഫ്രാഗെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു തേമ കഴിഞ്ഞ ഉടനെ ഫ്രാഗെ ചോദിക്കുവാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? wenn Sie noch Frage haben beantworte ich Ihnen gerne എന്ന് പറയുക. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ഫ്രാഗെ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ഫ്രാഗേഴ്സ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആൻസറും എങ്ങനെയൊക്കെ ചെയ്യാം എന്ന് നോക്കാം. ആദ്യത്തെ ഫ്രാഗ്, welche Rolle spielen soziale Medien in Ihrem Leben? നമുക്ക് ആൻസർ പറയാം. Ich benutze soziale Medien, um mit Freunden in Kontakt zu bleiben und Informationen zu bekommen. Aber ich finde, man soll die Zeit dort begrenzen. Okay. അപ്പോൾ നമ്മൾ എന്ത് പറയും? നമുക്കവിടെ എന്താണോ തോന്നുന്നത് അത് ചോദിക്കാം. പക്ഷേ ഒരിക്കലും നമ്മുടെ തേമയ്ക്കകത്തുനിന്ന് ചോദിക്കരുത്. തേമയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കരുത്. അത് ആൻസർ വരുന്ന രീതിയിലുള്ളത്, അതല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ചോദിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സെക്കൻഡ് ഫ്രാഗ്, zwei Frage, ist das wichtig im Ausland zu arbeiten? ഓക്കെ, ഔസ്ലാൻഡിലൊക്കെ പോയി arbeiten ചെയ്യണമെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ത് പറയാം? Ja, weil man neue Erfahrungen sammeln kann und in internationale Chancen bekommt. Aber im eigenen Land zu arbeiten hat auch Vorteile, zum Beispiel Nähe zur Familie. ഓക്കെ, zur Familie. ഇതെന്താണ്? ശരിയാണ്. കാരണം നമുക്ക് കുറേ എർഫാറിങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർനാഷണലായിട്ട് വിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടും. പക്ഷേ എന്നാലും നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ ആർബൈറ്റം ചെയ്യുവാണെങ്കിൽ കുറേ നമുക്ക് ഫോട്ടോയിലുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ അടുത്ത് തന്നെ നിന്ന് ജോലി ചെയ്യാം. അടുത്തതാണ് ടൈൽ സ്വൈ ഡിസ്കസിയോൻ്റെ ഒരു സാമ്പിളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അടുത്തത് Frage, glauben Sie, dass man durch Online-Kurse genauso so gut lernen kann wie in der Schule? ഓക്കെ, അപ്പോൾ അതെന്താണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്? ഓൺലൈൻ കോഴ്സിലായിട്ട് പഠിക്കാൻ പറ്റും, അതുപോലെ തന്നെ സ്കൂളിൽ നിന്നും പഠിക്കാൻ പറ്റും. അപ്പോൾ അതിന് തമ്മിലുള്ള ഒരു ഡിസ്കഷനാണ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻസർ, das kommt darauf an. In der Schule hat man direkten Kontakt mit Lehrer und Mitschülern. Das finde ich wichtig. Aber Online-Kurse sind flexibler. Ich denke, eine Mischung aus beidem ist die beste Lösung. ഓക്കെ, അപ്പോൾ ചെറിയ രീതിയിലൊരു പോയിന്റ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് നമുക്ക് നല്ല രീതിയിൽ കുറേ പോയിന്റ് ഡിബേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടോപ്പിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ അത്രമാത്രം നല്ലൊരു തേമ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യുക. നല്ല പോയിന്റുകൾ നമ്മൾ നല്ല രീതിയിൽ ശക്തമായി തന്നെ പറയുക. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് പറയാവുന്ന രീതി എത്രമാത്രം അറിയാമോ ആ രീതിക്ക് തന്നെ പറയുക. തെറ്റിയാലും സാരില്ല, നമ്മളതുപോലെ എന്താണ് ഡിബേറ്റ് ചെയ്ത് വരെ നിൽക്കുക. ഒരിക്കലും വിട്ടുകൊടുക്കരുത്. അങ്ങനെയാണ് ഞാൻ പറയുള്ളൂ. വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ആരുടെ ക്വസ്റ്റ്യനാണോ വിട്ടുകൊടുക്കുന്നത് അവർക്കായിരിക്കും മാർക്ക് പോകുന്നത്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡിസ്കഷനിൽ ഒരിക്കലും നമ്മൾ ഒരു സിസ്റ്റമം ചെയ്ത് അല്ലെങ്കിൽ എഗ്രി ചെയ്ത് നിർത്തണമെന്ന് ഞാൻ പറയുകയില്ല. അത് നമ്മുടെ രണ്ടു പേർക്കും ഒരാൾക്കത് നഷ്ടമാണ്. അതുകൊണ്ട് രണ്ടുപേരും ഒരു അന്തരമായിട്ടുള്ള മൈനോങ് പറയുന്നതായിരിക്കും നല്ലത്. വേറെ ആയിട്ടുള്ളത് നിർത്തുന്നതായിരിക്കും നല്ലത് എന്നാണ് പറയുന്നത് ഞാൻ. പിന്നെ വരുന്നത് ഇതിൻ്റെ അകത്ത് ഒരു സാമ്പിളാണ് പറയുന്നത്. ജസ്റ്റ് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ ആ ഒരു റെഡമെൻറ്റിനകത്തേക്ക് ഈ ഒരു ഐഡിയാസൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മളിവിടെ ഇനിയിപ്പോൾ നോക്കുന്നത് കോമൺ മിസ്റ്റേക്സ്, അതുപോലെ അതെങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ള ടിപ്സ് ഒക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഡോണ്ട് സ്പീക്ക് ടു ഷോർട്ട്, അതായത് ഒരിക്കലും ഷോർട്ടാക്കി പറയാമെന്ന് വിചാരിക്കരുത്. മിനിമം സെൻറ്റൻസേലും പറയണം. മിനിമം നമുക്ക് പറ്റുന്ന രീതിയിൽ തന്നെ പറയാൻ ശ്രമിക്കുക. ഒരിക്കലും ചെറുതാക്കരുത്. സമയമില്ലല്ലോ എന്നാൽ ചെറിയ രീതിയിൽ തന്നെ പറയാമെന്ന് ശ്രമിക്കരുത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മിനിമം ആയിട്ട് തന്നെ പറയാൻ ശ്രമിക്കുക. രണ്ടാമത്തെ, യൂസ് കണക്റ്റേഴ്സ് യൂസ് ചെയ്യുക. സുരസ്റ്റ്, തന്ന, ഔസതേമ, സ്ലീസ്ലിഷ്, സുസേലിഷ്, അതുപോലെ തന്നെ സ്വൈറ്റാലിക, കണക്റ്റോറൻ, യഥസ്തോ ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. യഥസ്തോ, അതുപോലെ തന്നെ എന്താണ് പാസീവ് സാസ് ഉപയോഗിക്കുക. അതൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അടുത്തതാണ് ഡോണ്ട് ബി ടു നെർവസ്. ഓക്കെ, ഒരിക്കലും നെർവസ് ആയിട്ടിരിക്കരുത്.
അതെന്താണ് എക്സാമിനർ ഹെൽപ്പ് ഇഫ് യു ഗെറ്റ് സ്റ്റക്ക്. നിങ്ങൾ അങ്ങനെ സ്റ്റക്ക് ആകുമ്പോൾ തന്നെ എക്സാമിനറിന് വളരെ ഹെൽപ്ഫുള്ളാണ്, അല്ലെങ്കിൽ ഹെൽപ്പാണത്. നമ്മളത് വീക്കാണ് അല്ലെങ്കിൽ നമുക്കത് ഓക്കെ അല്ല എന്നുള്ളത് കാണിക്കുവാണ്. അപ്പോൾ അതുകൊണ്ടൊരു നെഗറ്റീവ് ആക്കരുത്. എപ്പോഴും പോസിറ്റീവ് നമുക്ക് അവരുടെ മുമ്പിൽ കാണിക്കാവുള്ളൂ. എന്നാലേ നമുക്ക് നമ്മുടെ ആ ഒരു പാസിങ്, നമ്മുടെ എക്സാമിൽ പാസ്സാവാനുള്ള ചാൻസ് നമുക്ക് കൂട്ടാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ. 4-മത്തത് ഓൾവേസ് ലുക്ക് അറ്റ് ദ പാർട്ട്ണർ, നോട്ട് ഓൺലി എക്സാമിനർ. എക്സാമിനറെ മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, പാർട്ട്ണറേയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ആ പാർട്ട്ണറേയും കൂടെ ശ്രദ്ധിച്ചു വേണം നമ്മൾ എക്സാമിൽ ഓരോ കാര്യങ്ങൾ പറയാനായിട്ട്. ഓക്കെ. അടുത്തതാണ് യൂസ് റേഡിയൻ മെത്തേഡ് ഈവൻ ഇഫ് സിമ്പിൾ. നിങ്ങൾക്ക് സിമ്പിളാണ് എന്ന് തോന്നുന്ന റേഡിയൻ മെത്തേഡ്സ് തന്നെ യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ട്രൈ ചെയ്യുക, കോൺഫിഡൻസോടുകൂടി തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. Cheers.